കണ്ട ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. പ്രപ്പോസ് ചെയ്തത് ഞാനല്ല, അവൻ ഇന്നലെ പറഞ്ഞത് ഞാൻ മാരേജ് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ഇവൻ വികാരപരമായിട്ട് എന്നിലേക്ക് അടുക്കുന്നത്. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ഇടയ്ക്കിടയ്ക്ക് മറൈൻ ഡ്രൈവിലും അവിടെയൊക്കെ പോവും, ബൈറ്റ് കാണാതെയും ഞങ്ങള് അവിടെയൊക്കെ പോകുമായിരുന്നു. ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. എന്നാലും അവനെയൊക്കെ ആരെങ്കിലും കയറി പ്രേമിക്കുവോ? അവരൊന്നും അറിയാതെ തന്നെ അതുപോലെ കെട്ടിപ്പിടിച്ച് പല ശാരീരികമായി അടുത്തിരുന്നു ഞങ്ങൾ രണ്ടാളും. Everything happened so fast. അല്ലേ? അതെ അതെ, എനിക്ക് അവളെ സംശയമുണ്ട്. അത് ശാരീരികമായി പലതും ചെയ്തിട്ടുമുണ്ട്. അപ്പൊ കാര്യമൊക്കെ നിക്കണല്ലേ. ആ ചെയ്ത ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് മോശമായിട്ട് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞ് എന്നെ അപമാനിച്ചത്. ഒറ്റയടിക്ക് അവൻ പുണ്യാളച്ചനായി. എവിടെ കണ്ടാലും എല്ലാവരും ചോദിക്കും, നീ അലൻ ജോസിന്റെ പെണ്ണല്ലേ? നീ അലൻ ജോസിന്റെ അല്ലേ? നീ ആ ഷോർട്ട് ഫിലിമിലെ ജോസാണ്. ഡെയിലി മെസ്സേജ് അയക്കും, ഫോൺ വിളിക്കും. ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ഭയങ്കര കൂട്ടാണ്. എന്നോട് ഐ ലവ് യു വരെയും പറഞ്ഞിട്ടുള്ള ഒരാളാണ് അലൻ ജോസ്. ചേട്ടന്റെ മനസ്സൊരു മണിപ്പേഴ്സ് തുറന്ന പോലെയാ. സത്യം പറഞ്ഞ ഞാൻ ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് ഈ മോശം പറയുന്നത്. ഞാൻ വിട്ടോട്ടെ മാഷെ.